ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഹോർമോണൽ ആക്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ഹോം റെമഡീസ് കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് വീട്ടുവിശേഷവും അതുപോലെ പഞ്ചായത്തിലെ വിശേഷങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള എൻ്റെ ഒരു ഹോൾ ഡേ മെയ്ഡ് ലൈഫാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെ നമുക്ക് തുടങ്ങിയല്ലേ നമ്മുടെ ചിക്കൻ കറി. കുഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് അത്ര പോരാ അല്ലേ? എവിടെ വെച്ചാലും നമ്മുടെ വീടല്ലേ ഗൈസ്, അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എനിവേ നമുക്ക് നമ്മുടെ ചിക്കൻ കറി തുടങ്ങാം. ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാര്യമാക്കണ്ട, മൺചുമരാണ്, അതുകൊണ്ടാണ്. അടുക്കള മീക്കുട്ടിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ കൊതിയായതുകൊണ്ട് ഓൾക്ക് ഇത്തിരി നേരത്തിന് ഒഴിഞ്ഞു കൊടുത്തിട്ട് ഞാൻ പുറത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ ഉള്ളി തൊലിക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ തൊലിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ മീക്കുട്ടി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഉമ്മ കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് കൊണ്ടുവന്നു. എടാ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ഇതൊക്കെ എപ്പോൾ പഠിച്ചതെന്നാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ഉരുള ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം, ചതച്ചെടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ ബട്ടറല്ല കേട്ടോ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. എന്താണെന്നറിയില്ല, എനിക്ക് ബട്ടറിനേക്കാൾ ഇഷ്ടം വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾ നല്ലോണം ഹെൽത്തൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ബട്ടർ എടുത്തോ കേട്ടോ. പിന്നെ ഉലുവ, വലിയ ജീരകം, പിന്നെ നമ്മുടെ പട്ടഗ്രാമ്പ്, ഏലക്കായൻ്റെ പാക്കറ്റില്ലേ, ഗരം മസാലയുടെ പാക്കറ്റ്, അതിൽ കിട്ടുന്ന എന്താ പറയുക, എല്ലാ കച്ചറയും ഉണ്ട് കേട്ടോ. അതിലത്തെ എല്ലാ സാധനവും, പൂവ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം ഉണ്ട്. അതൊക്കെ എടുത്തിട്ടിട്ട് ഒന്ന് പൊട്ടി വന്ന ശേഷം സവാള ഇട്ടിട്ടുണ്ട്. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്തിയിട്ടുണ്ട് ഗൈസ്. വെളിച്ചം ഒന്നാമത് പാലക്കാട്ടിലെ ചൂട്, ഓടൊക്കെ ഇങ്ങനെ പതച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിംഗ് ലൈറ്റും കൂടെ വെച്ചപ്പോഴേക്കും എൻ്റെ ബോധം ഇപ്പോൾ പോകണോ കുറച്ച് കഴിഞ്ഞിട്ട് പോകണോ എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ഈ ചിക്കൻ കറി കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നതാണ്. ഇങ്ങോട്ട് ഗൈസിൻ്റെ കുട്ടി ഇല കഴുകിയിട്ട് കുറന്ന് വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഓൾ ഇതിൽ കുറന്നിട്ട് തന്നിട്ട് പോയിട്ടാ. ഇങ്ങനെ നമ്മളത് ഉള്ളിയും ഇലയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇതിപ്പോൾ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചും കൂടി ബാക്കിലേക്ക് വെച്ചാലോ? കുടുക്ക ചെയ്തുകൊണ്ട് കാണുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് അതിലേക്ക് ചതപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച ചതപ്പ്. ഞാൻ ഈ മൂടി അത് തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചില നേരത്തെ ഞാൻ ഭയങ്കര എച്ചിയാണ്. നമ്മുടെ ഈ ചതപ്പിട്ട് കൊടുക്കാം. ഓ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈകൊണ്ട് തുടച്ചിട്ട് കൊടുക്കും. ഞാൻ അത്രയ്ക്ക് പരിഷ്കാരിയല്ല. ചൂട് കൂടുമ്പോൾ നമുക്ക് പ്രാന്താവും ഗൈസ്. തീരെ വയ്യാട്ടോ, ഭയങ്കര ചൂടാണ്. അതും വരച്ചിട്ട് കണ്ടോ, എന്നെ കാണുമ്പോൾ നമുക്ക് അറിയില്ലേ. കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ ഇത് നന്നായിട്ട് വഴറ്റിയില്ലാന്നുണ്ടെങ്കിൽ പണി പാടട്ടോ. നല്ല ചോയ ഉണ്ടാവും. മാത്രമല്ല ഒരുമാതിരി ഒലക്കമത്തെ സ്മെല്ലും ഉണ്ടാവും കറിക്ക്. അതുകൊണ്ട് നല്ലോണം വാടിക്കോട്ടെ. വി ക്യാൻ വെയിറ്റ്. ഇനി ഇതൊന്നും കണ്ടിട്ട് കൈകൊണ്ടാണോ മസാല വാരി ഇട്ടേന്നൊന്നും ചോദിക്കേണ്ട കേട്ടോ. ഞാൻ അത്രയ്ക്ക് പരിഷ്കാരമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കൈകൊണ്ട് ഇങ്ങനെ തുറച്ചിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഉമ്മ വീട്ടിൽ പോയി കൊണ്ടുവന്ന കമ്മർക്കട്ടയാണ്. തിന്നാലേ ഉമ്മമാര് കൊണ്ടുവന്നാൽ നമുക്ക് കഴിക്കാമെന്നാണ്. മാത്രമല്ല കുഞ്ഞുനാളത്തെ നൊസ്റ്റ് ഓർമ്മയാണ് കേട്ടോ. ബാക്കി അപ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞു കൊടുക്കാം. വലിയൊരു ടേബിളിനകത്ത് നല്ല കൗണ്ടർ ടോപ്പിൽ വലിയ വിശാലമായിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞ് കുക്ക് ചെയ്ത് കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ നല്ല വലിയൊരു വീടൊക്കെ വെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെയൊക്കെ കുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ. തക്കാളിയും അതേപോലെ സവാളയും ഞാൻ എങ്ങനെ അരിയാം കേട്ടോ. പിന്നെ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 2 ടീസ്പൂണ് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയിൽ തന്നെ ആവശ്യത്തിന് എല്ലാ മസാലയും ഉണ്ടാവും കേട്ടോ. എന്നാലും നമുക്ക് സമാധാനമാവേണ്ടേ. അപ്പോൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് 2 ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് മറന്നു പോയത്. ഇത്തിരി ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയാണ് മസാല. ആരോട് ചോദിച്ചിട്ടാ പോയി? എവിടെ വേനിക്കണോ? ഇവിടെ നീരിറങ്ങിയിട്ടുണ്ടാവും വെയിലത്ത്. ഇവിടേക്ക് നേരം വെളുത്ത് നീച്ചിട്ട് ചായ കുടിച്ചോ? പല്ല് വെച്ചോ? ചായ കുടിച്ചു? എന്താ കഴിച്ച്? സമയം എത്രയും നോക്ക്. എന്താ കഴിച്ച്? എന്തേ ഒന്നും കഴിക്കാത്ത? ഇപ്പൊ കരയും. ചന്തക്ക് പെടക്ക് ഞാൻ കേട്ടാ. പോയിട്ട് ചപ്പാത്തി എടുത്തന്നെടാ. അതെന്താ മറ്റേ കാസറോളിൽ ഇട്ടിട്ടുണ്ട്. ശരി, ഫുഡ് കഴിക്കേ.
ഇങ്ങനെ പണികളുടെ ഇടയ്ക്ക് പല യുദ്ധവും വരും കേട്ടോ. അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. മസാലകൾ നമുക്ക് ഒരുമിച്ച് കൊട്ടുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ ഒരു മസാലേൻ്റെ ചുക്ക് ഇങ്ങനെ കുത്തി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലേവർ മാത്രം ഇങ്ങനെ ഒരുപാട് കുത്തി നിൽക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിതിൻ്റെ അവസാനം വേറെ ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. ഈ ചട്ടിയിൽ വലിയ സുഖമില്ല ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ചിക്കൻ കൊട്ടി കൊടുക്കാം ഗൈസ്, കൊട്ടി കൊടുക്കാം. പേരും ചൂടാണ്, കൊട്ടി കൊടുക്കാം. അയ്യോ, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലെ ചൂട് മാറാത്തൊരു ഫീൽ പോലെ ഉണ്ട് കേട്ടോ. അത്രയും ചൂടായിരുന്നു. പിന്നെ ഞാനൊരു നാരങ്ങ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാരങ്ങ ചിലർ ഒഴിച്ചെടുക്കും, ചിലർ വിനീഗർ ഒഴിക്കും, ചിലർ തൈര് ഒഴിക്കും. ഈ ഞാൻ തന്നെ എനിക്ക് തോന്നണ നേരത്തെ തോന്നണത് ഒഴിക്കും കേട്ടോ. പിന്നെ എൻ്റെ രണ്ട് കൈയിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ലൈറ്റിൻ്റെ അടുത്ത് വെക്കുമ്പോൾ ഈ ഒരു സ്കിൻ ടോണും ലൈറ്റിൽ നിന്ന് ഡിഫറൻസ് വിട്ട് ഒരുപാട് ദൂരം നിൽക്കുമ്പോൾ ഈ ഒരു സ്കിൻ ടോണായിട്ട് മാറും കേട്ടോ. അപ്പോൾ എന്താ പറയുക, മേക്കപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, കുറേയൊക്കെ നമ്മുടെ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളറ് കാണിക്കുന്നുണ്ടാവുക വീഡിയോയിൽ കേട്ടോ. വെള്ളം വരുന്നുണ്ടോ? രണ്ടും പാടെ തന്നെ കൊടുക്കണ്ട്. നിങ്ങള് എത്ര മണിക്ക് എത്തും അങ്ങോട്ട്? മംഗലത്ത് എത്തിയില്ലേ? ആ ഓക്കെ. ഇങ്ങനെ രാവിലെ തന്നെ നമുക്ക് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പക്ഷെ അതിലൊന്നും നമ്മുടെ ശ്രദ്ധ പാളരുത്. കൂട്ടത്തിൽ നമ്മളവിടെ ചിക്കൻ കറിയും കൂടെ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നല്ലോണം ഇങ്ങനെ രൂക്ഷമായി വരുന്നുണ്ട് വേനൽ, പാലക്കാടല്ലേ. അപ്പം നമ്മുടെ വാർഡിലുണ്ട് കേട്ടോ ഒരു ഏരിയയിലേക്ക് ഇത്തിരി വെള്ളക്ഷാമം. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ടാങ്കറിൽ വെള്ളം അടിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ആയിഷ ഞങ്ങൾ AC വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ കട്ടാവുമോ എന്നൊക്കെ കുറേ അമ്മമാർ ചോദിക്കുന്നുണ്ട്. സോറി, എനിക്കിതിലൊന്നും പറയാനില്ല. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമ്മൾ AC വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഐ എം സോ സോറി, ഇത് നമുക്ക് നിയമമാണല്ലോ. ഇനിയിപ്പം മാറുമായിരിക്കും കേട്ടോ ചിലപ്പോൾ നിയമങ്ങളൊക്കെ. അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് AC വയ്ക്കാൻ പറ്റും. നമ്മൾ അഡീഷണലായിട്ട് ചിക്കൻ കറിയിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അത് ചിക്കൻ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. ഞാൻ ലാസ്റ്റ് ആയപ്പോഴേക്കും പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിട്ടില്ല ടേസ്റ്റാണ് മക്കളെ. വന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഷെയ്നുക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാറ് ഗൈസ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അറിയട്ടാ. ഇതാ വരണോ. എങ്ങനെയുണ്ടടാ? രസമുണ്ടോ? ഉപ്പുണ്ടോ? കറക്റ്റാണോ? എല്ലാം കറക്റ്റാണോ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഈ ആക്ഷൻ്റെ അർത്ഥം ആര്? അതിൻ്റെ ഇടയ്ക്ക് ബഷി വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയി കേട്ടോ. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആ ടൈമിൽ. പിന്നെ ഞാൻ നേരെ മിയക്കുട്ടിനെ ഒരുക്കാനായിട്ട് നിന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ വാർഡിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ഇതേപോലത്തെ കുറേ ഇൻസിഡൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ അറിവിൽ തന്നെ കാണും. അതായത് ഈ പെൻഷൻ വാങ്ങുന്ന അമ്മമാരില്ലേ, അവരുടെ വീട്ടിൽ ചിലപ്പോൾ അവർ ആൺമക്കൾ അവരെ നോക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ അവരെ മരുമക്കളൊക്കെ വന്നിട്ട് വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, AC കൊണ്ടുവന്നിട്ട് ഇവരെ വീട്ടിൽ ഫിക്സ് ചെയ്യും. ഇവരെ വീട്ടിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ AC ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഈ അമ്മമാരുടെ പെൻഷൻ അങ്ങോട്ട് കട്ടാവും. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോളെ എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കിട്ടാനുള്ള സാധ്യത പ്രശ്നമാവുകയും ചെയ്യും കേട്ടോ, കുറയുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മെമ്പർമാരുടെ ഒരു സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ അവർക്കത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അമ്മമാർക്കൊക്കെ പെൻഷൻ കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു തോട്ടൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ മേക്കൂട്ടിനെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ എന്നെ ഒന്നും അല്ലാട്ടോ ഒരുക്കുക. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരുങ്ങും, ചിലപ്പോൾ ഒരുങ്ങാഞ്ഞിട്ടും നടക്കും. ഇന്നിപ്പോൾ അവൾക്ക് ഒരുങ്ങാൻ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരുക്കി കൊടുത്തു എന്നല്ലോ കേട്ടോ. ഫുൾ ഡേ ഞാൻ പഞ്ചായത്തിലായിരുന്നു കേട്ടോ. 10 മണി മുതൽ വൈകുന്നേരം വരെ പഞ്ചായത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അംഗനവാടി ടീച്ചർക്ക് യാത്രയപ്പ് കൊടുക്കുകയാണ് കേട്ടോ. 6ാം വാർഡ്, അതായത് എൻ്റെ വാർഡിലാണ് അംഗനവാടി ഉള്ളത്. അംഗനവാടി ടീച്ചർക്ക് യാത്രയപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഒരു ദീർഘകാലത്തെ സർവീസിന് ശേഷം പോവുകയാണ് കേട്ടോ. ഈ ഒരു മെറൂൺ ചുരിദാർ ഇട്ടിട്ടുള്ള ഷിർത്താത്തയിലെ ഷിർത്താത്താനെയും കൂടെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിർത്താത്ത പറയുന്നുണ്ട് എൻ്റെ ടീച്ചറാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ടീച്ചർ ഭയങ്കര പ്രിയപ്പെട്ടവരായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വളരെ 2 മാസം കഷ്ടി 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ ഞാനും ടീച്ചറും തമ്മിൽ. പക്ഷേ എനിക്കും ടീച്ചർ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാടെ ചേർന്ന് ഒരു റിങ്ങാണ് കേട്ടോ ടീച്ചർക്ക് കൊടുത്തത്. നമ്മൾ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് കുട്ടികളെ പൊന്നു പോലെ നോക്കുന്ന ടീച്ചർക്ക് ഒരു പൊന്നിൻ്റെ റിങ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന സുഹൃത്താത്ത ആയിരുന്നു കേട്ടോ നമ്മുടെ മുന്നേ ഉള്ള 5ാം വാർഡിൻ്റെ മെമ്പർ. ഇതേ ഈ ഒരു ഷോൾട്ട് നിൽക്കണുണ്ടല്ലേ, അവരായിരുന്നു മുന്നേ 5ാം വാർഡിൻ്റെ മെമ്പർ. അപ്പോൾ അവരും അതേപോലെ ബാക്കി ഈ നിൽക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചറുടെ ഈ ഒരു പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ആ കൂടി നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. എല്ലാവരും പാടെ എടുത്തിട്ടുള്ള പൈസയൊക്കെ പിരിച്ച് പലതുള്ളി പെരുവെള്ളം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് യാത്രയപ്പ് സെറ്റ് ചെയ്തതായിരുന്നു. അതിൽ എന്താ പറ്റിയെന്ന് അറിയോ, ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നു. ആക്ച്വലി ഞാനല്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്,
ഞാനിങ്ങനെ ഓരോ ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളുടെ അടുത്ത് കുഞ്ഞ് ഇത് എടുക്കടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കായിരുന്നു കേട്ടോ. സത്യം പറയാലോ ടീച്ചർ കണ്ണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയുള്ള ആൾക്കാരെ സ്നേഹം കണ്ടിട്ട് ടീച്ചറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പലത്തിൽ പൂരാണ് കേട്ടോ. 1-ാം തീയതി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അകലൂർ ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ പൂരാണ്. കുഞ്ഞുനാൾ മുതലേ ഈ പൂരം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ അമ്പലത്തിലുണ്ടാവും കേട്ടോ. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ തന്നെ ഇവിടുത്തെ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതേപോലെ പന്തലിൽ ലൈറ്റ് തെളിയിക്കുന്ന പരിപാടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെമ്പർ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തുടങ്ങാൻ വേണ്ടി 7 മണിക്ക് ഇത് ലൈറ്റ് ഓൺ ആക്കാമെന്ന് പറഞ്ഞിട്ട് കാത്തുകാട്ട് എന്തൊരു രസമാണെന്ന് അറിയോ. കണ്ടോക്ക് ഈ ലൈറ്റ് ഇങ്ങോട്ട് ഓൺ ആക്കിയ വേർഡ് നമ്മുടെ പന്തൽ ഒരു രക്ഷയില്ല മക്കളെ. ഇതിനകത്ത് ഇതിങ്ങനെ ഓൺ ആക്കിയപ്പോൾ നമ്മൾ ഓക്കെ പന്തൽ ലൈറ്റ് ഓൺ ആക്കി അങ്ങനെ വിചാരിച്ചു. പക്ഷെ അതല്ല കേട്ടോ, ഒരു ട്വിസ്റ്റ് വരാണ്ട്. ഇതൊക്കെ കത്താത്ത കൂത്തിരി അതാ അത് ഓരോന്നായിട്ടാ കത്തിച്ചത്. ഒരു 24 എന്തൊക്കെയാ ബോക്സ് ഉണ്ടായിരുന്നു. വേണ്ടടാ പൊന്നെ, താങ്ക് യു. എനിക്ക് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കുടിച്ചായിരുന്നു. ഇത് നമ്മളെ മുത്തുക്കയും റിസ്വാനാണ് കേട്ടോ. രണ്ടുപേരും നല്ല സാമൂഹ്യ പ്രവർത്തകരാണ്, അതുപോലെ പാർട്ടിക്കാരാണ്. തടയൊന്നും വേണ്ടെന്നൊക്കെ പറയണ്ട. റിസ്വാനെ മാറിക്കോട്ടോ, അത് തെറിക്കൂ. അതാ ഒന്നുള്ളൂ, അതോ കൊറേ ഉണ്ടോ? ആണോ? ഒന്നുമില്ല. അയ്യേ, ഇത് മറ്റേ സാധനാ. കഴിഞ്ഞ് കാര്യം എന്താ അറിയോ, ഇതിലിങ്ങനെ ഈ ലൈറ്റുകൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ, അതേപോലെ കൃഷ്ണൻ, ഇതുപോലെ ഡാൻസ് കളിക്കുന്ന പിള്ളേർ, അങ്ങനെ കുറേ സാധനങ്ങൾ, ആന, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ ഒരു പന്തലിൽ ഇങ്ങനെ വിഷ്വൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പന്തൽ അടിപൊളിയാണ്. വരുമ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. അങ്ങനെ ഞാനും ബഷീമയുടെ പത്തിരിപ്പാല പോവാണ് കേട്ടോ. ഒരു ചെറിയ പർച്ചേസ് ഉണ്ട്. ഒരമ്മച്ചി അവരുടെ മക്കളും മരുമക്കളും വേറെ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് എന്നോട് സ്വന്തം മോളെ പോലെ ഒരു കുഞ്ഞു സാധനം ആവശ്യപ്പെട്ടതാണ് കേട്ടോ. ഭയങ്കര അധികാരത്തോടെ നീ എനിക്കത് വാങ്ങിച്ചു തരുമോ അങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചതായിരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. ചെറുതാണ് കേട്ടോ, എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പർച്ചേസാണ്. ഓക്കെ, അങ്ങനെ അത് വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ ഇത് എനിക്ക് എൻ്റെ ഒരു ഗതികേടാണ് കേട്ടോ. പീരിയഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പോലെ ആക്നെ പൊന്തും. ആ കുഞ്ഞു ബംസ് ആയിരിക്കും പീരിയഡ്സിൽ പൊന്തിയിട്ടുണ്ടാവുക. ഇത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ അതൊക്കെ വലുതായിട്ട് പൊട്ടും. ചിലപ്പോൾ ഇത് ഇട്ടാലും വന്ന് പൊട്ടും, പക്ഷെ എന്നാലും നല്ലൊരു പാക്കാണ്. തൈര്, തേന്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് മഞ്ചിഷ്ട, പിന്നെ നമ്മുടെ ഉലുവപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പാക്ക്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, അസ്സലാമു അലൈക്കും.